നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പല സ്റ്റേജസിൽ അത് പലതരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പേരൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ബെറ്റർ പേരൻറ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു ബാഗേജ് വെച്ചുകൊണ്ട്? ഈ ഇമോഷണൽ ക്യൂസ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സ്ക്രീനിൽ നിന്ന് വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് സൈഡ് ഇഫക്റ്റ് ആണ്. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ എന്താ, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് കുഞ്ഞിന് മനസ്സിലാവണമല്ലോ, അത് സംഭവിക്കുന്നില്ല അവിടെ. ആക്ച്വലി ഏത് തരം ചേഞ്ചും കുഞ്ഞുങ്ങളെ ബാധിക്കും. അത് പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിലും അതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ സ്കൂൾ മാറ്റിക്കഴിഞ്ഞാൽ യെസ് ഇറ്റ് മാറ്റേഴ്സ്, ബിക്കോസ് ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ മൊത്തം വേൾഡ് പോയി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അവരറിയുന്ന ടീച്ചേഴ്സ് എല്ലാം മാറി. അപ്പോൾ വേറൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. ഇപ്പം വേറൊരാളുടെ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു ബിലീഫ് എൻ്റെ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ the same thing he or she will do it with her or his partners. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് മാത്രമല്ല പേരൻറ്റിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് എന്താണ് നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നത്, വാട്ട് കൈൻഡ് ഓഫ് പേരൻറ്റ് ദറ്റ് യു വാണ്ട് ടു ബി. ഇപ്പോൾ ഒരു 4-5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ നുണ പറയുന്നത് അവരുടെ പാർട്ട് ഓഫ് ഡെവലപ്മെൻ്റ് ആണത്. ഓക്കെ, അത് മോസ്റ്റ്ലി പിള്ളേരെ ചെയ്യുമ്പോൾ അതായത് നമ്മളത് മോറലി കണക്ട് ചെയ്യും. നുണ പറഞ്ഞ് ഈ കൊച്ചു വലുതാവുമ്പോഴേക്കും വലിയ നുണയനാവും. അതെ എന്ന്. പക്ഷെ നുണ പറയുക എന്നുള്ളത് നന്നായിട്ട് നുണ പറയുന്ന ഒരു സ്കില്ലല്ലേ. അതെ.